ഹലോ, ഇന്ന് ജന്മാഷ്ടമീൻ്റെ തലേ ദിവസമാണ്, അതായത് സൺഡേ. അപ്പം ഞാൻ ജന്മാഷ്ടമീൻ്റെ ഒരുക്കങ്ങളെല്ലാം ചെയ്യുവാണ്. ആക്ച്വലി ആമി മോളെ രാധയാക്കാനാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. അപ്പം കയ്യിലും കാലിലും എല്ലാം ഇങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുത്തു. ആൻഡ് അതിന് ശേഷം ആക്ച്വലി ഇതൊരു വൈകുന്നേരമാണ്. ചായേൻ്റെ കൂടെ ആരും ഇത് കഴിക്കത്തില്ലായിരിക്കും, പക്ഷേ ഞങ്ങളിതാണ് കേട്ടോ കഴിച്ചത്. പക്ഷെ വന്നത് ബോക്സ് അത്രയും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് അതിൻ്റെ സോസൊക്കെ മേളിലായിട്ടാണ്. അത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ പിസ്സ ഇങ്ങനെ വരുന്നത്. സോ ഞാനും ആമിമോളും പപ്പയും കൂടി ഇങ്ങനെ ചായയുമായിട്ടാണ് കഴിച്ചത്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. കുറേ നാളിന് ശേഷമാണ് ഇപ്പോൾ പിസ്സ കഴിക്കണത്. അപ്പോൾ അത് കുറേ കൂടി നല്ല ടേസ്റ്റായിട്ട് തോന്നി. ആൻഡ് ഞാൻ പഴയ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ജന്മാഷ്ടമിക്ക് വാങ്ങിച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കുമായിരുന്നു. എന്തൊക്കെ ഉണ്ട് ഇല്ലയെന്ന് നോക്കിയിട്ട് പുതിയത് പോയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം മോളെ ഇങ്ങനെ കൃഷ്ണനായിട്ടാണ് കേട്ടോ ഒരുക്കിയത്. അപ്പം പക്ഷെ ഞാനിത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇതൊക്കെ എല്ലാം ചെയ്യുന്നത് തന്നെ. കാര്യം ഇവിടെ ഇതൊക്കെ ഭയങ്കര ആഘോഷമാണ്. ഇവിടെ ഇപ്പം ആക്ച്വലി ശ്രാവൺ മാസമാണ്. എന്നാൽ എല്ലാവരും വ്രതം പിടിക്കുന്ന, അല്ലെങ്കിൽ ഒരു നേരം മാത്രം ഫുഡ് കഴിക്കുന്ന അങ്ങനത്തെ ഒരു രീതിയൊക്കെ ഉള്ള ഒരു മാസമാണിത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഫുൾ പ്രോഗ്രാംസാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഗണപതിയുടെ, അത് കഴിഞ്ഞ് ഗർഭകളി 10 ദിവസം. അടിപൊളിയാണ് ഇവിടെ സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ താഴെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, അവിടെ പോയി. എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി കൃഷ്ണൻ. ഇവിടെ ഒരു വലിയ കൃഷ്ണൻ രാധയുണ്ട്. പക്ഷേ ജന്മാഷ്ടമി എന്ന് പറയുമ്പോൾ കൃഷ്ണൻ ജനിച്ച സമയമല്ലേ, അപ്പം അതിൻ്റെ ആഘോഷമായതുകൊണ്ട് കുഞ്ഞി കൃഷ്ണനെ തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ തൊട്ടിലും ഒക്കെ ഭയങ്കര വിലയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു ഷോപ്പിൽ പോയി. അവിടെ എനിക്ക് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. എന്താ തിരക്കെന്നറിയാം. അതിൻ്റെ ഇടയിൽ കൂടി തള്ളിക്കയറിയിട്ട് ഞാൻ എല്ലാം മേടിച്ചു. ഒരു കുഞ്ഞി കൃഷ്ണൻ, പിന്നെ കൃഷ്ണൻ്റെ ഇത് വെക്കാനുള്ള ഒരു തൊപ്പി പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പീലിയുടെ കുറേ ഉണ്ട് കളക്ഷൻസ്. അപ്പോൾ കുറേ നോക്കിയെടുക്കാൻ പറ്റി. അപ്പം പഴയ മയിൽപ്പീലിയും ഉണ്ട്. പിന്നെ ഞാനൊരു പീലി പുതിയതും കൂടെ വാങ്ങിച്ചു. പിന്നെ ഇതെല്ലാം ഞാനിപ്പോൾ വാങ്ങിയാണ് കേട്ടോ. ദീപം, പിന്നെ കുറച്ച് പൂ വാങ്ങിച്ചിട്ടുണ്ട്, കാര്യം അലങ്കരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എണ്ണ, തിരി എല്ലാം പുതിയതായിട്ട് തന്നെ മേടിച്ചു. ആൻഡ് ഇതാണ് ഞാൻ മേടിച്ച തൊട്ടിലിൻ്റെ പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. തൊട്ടിലിൽ ആക്ച്വലി ഹാങ്ങിങ് ഒന്നുമില്ല. പിന്നെ ഈ ഒരു ചെറിയ ഇത് വാങ്ങി എന്തിനാണെന്ന് വെച്ചാൽ പ്രസാദം വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പായസം ഉണ്ടാക്കുമ്പോൾ അത് വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ കൊച്ചു കൃഷ്ണൻ, അവ ഇങ്ങനെ വെണ്ണ കട്ട് തിന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ വെണ്ണയും വാങ്ങിച്ചു കുറച്ച്. ആൻഡ് പിന്നെ കർപ്പൂരം, ഇതാണ് കേട്ടോ തലയിൽ വയ്ക്കുന്ന സാധനം. അങ്ങനെ എല്ലാം മേടിച്ചിട്ടുണ്ട്. എനിക്കിങ്ങനെ എല്ലാം ഇങ്ങനെ എന്തെങ്കിലും സെലിബ്രേഷൻസ് വന്നാൽ അത് സെലിബ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അടുത്തുള്ള ആൻറ്റീൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാനെല്ലാം ചോദിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യം ഞാനിതൊന്നും നാട്ടിലായാലും ഞാൻ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്കതൊരു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം മേടിച്ചു, എല്ലാം വാങ്ങി, എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആമീനെ നാളെ രാധയാക്കണമല്ലോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള പട്ട് പാവാടയും അതിനനുസരിച്ചിട്ടുള്ള മാല, കമ്മൽ, വള, പൊട്ട് അങ്ങനെ എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ നാളെ എന്ന് പറയുന്ന ആ ഒരു ദിവസം ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആമീനെ റെഡിയാക്കണം, വിളക്കൊക്കെ വെക്കണം, അങ്ങനെ വെരി എക്സൈറ്റഡ്. നമ്മുടെ ഓണം എങ്ങനെയാണോ നാട്ടിൽ നമ്മളിങ്ങനെ കൊതിച്ചിരിക്കുമല്ലോ ഓണക്കോടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട്, അപ്പോൾ അത്ര തന്നെ ഞാൻ എക്സൈറ്റഡ് ആണ്. അതെല്ലാം ഞാൻ വേറൊരു വീഡിയോ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.